നമസ്കാരം. സൂര്യ ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സെല്ലുലോയിഡിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സെല്ലുലോയിഡിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ദ മലബാർ ടെയിൽസ് എന്ന് പറഞ്ഞ മലയാളത്തിൽ ഏറ്റവും പുതിയതായി ഇറങ്ങാൻ പോകുന്ന ആന്തോളജി മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് നമ്മളോടൊപ്പം ചേരുന്നു സിനിമയുടെ ഡയറക്ടർ ആയിട്ടുള്ള അനിൽ കുഞ്ഞപ്പൻ. അദ്ദേഹത്തിന്റെ വൈഫ് ആണ് സിനിമയിലെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഒക്കെയാണ് ഡോക്ടർ പ്രീത ആൻഡ് മകളായിട്ടുള്ള അനുപ്രിയ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഒരു സകുടുംബം ചേർന്ന് ഒരു സിനിമ ഉണ്ടാക്കുന്നത് എന്ന് അല്ലേ സാർ? അതൊരു വല്ലാത്ത സ്പെഷ്യൽ ഫീലിംഗ് ആയിരിക്കും. ഫീലുണ്ട്. ആ ഫീലൊക്കെ ഇങ്ങനെ പറയാൻ പറ്റില്ല. അത് നമ്മൾ അനുഭവിച്ച് പോയതാണല്ലോ. ഒരു 1.5 വർഷം മുമ്പ് തുടങ്ങിയതാണ്. ഞാൻ എഴുതി, ഡയറക്ഷൻ ഞാൻ ചെയ്തു. പിന്നെ പ്രൊഡ്യൂസർ നമ്മൾ വേറെ ഉണ്ടോ നോക്കണ്ട വിചാരിച്ചു, നമ്മൾ തന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ വൈഫ് അതിലേക്ക് വന്നു. ഷീ ഈസ് ബേസിക്കലി അക്കാഡമിക് ആണ്, പക്ഷെ സിനിമയൊക്കെ തീരെ ഒരു കണക്ഷൻ ഇല്ലാത്ത ഒരു ഇൻഡിവിജ്വൽ. പിന്നെ അവൾ വന്നു, അവൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ആൻഡ് സോ ഇതിങ്ങനെ 1.5 വർഷം 5 പടം ചെയ്തു. 5 പടം ആയ സമയത്ത് ആണ് ഞങ്ങൾക്കൊരു ഫീൽ വന്നത്, പ്രോബബ്ലി ദിസ് ക്യാൻ ബി റിലീസ്ഡ് ഇൻ തിയേറ്റർ. അങ്ങനെ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തു. സംഗതിയൊക്കെ വർക്കൗട്ടായി. എന്തോ ഒരു ആ ടൈമിംഗ് ആയിരിക്കും എനിക്ക് തോന്നുന്നത്. വർക്കൗട്ടായി. ആൻഡ് ഇപ്പം January 3 പടം റിലീസാണ്. ഹായ് മാം. ഹലോ. ഇപ്പം നേരത്തെ പറഞ്ഞു അക്കാഡമിക് ഫീൽഡിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പം സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറാണ്, അതുപോലെ തന്നെ മൂവിയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചോദിച്ചോട്ടെ, ഡോക്ടർ പ്രീത എന്നിരുന്നാണ് ഡോക്ടറേറ്റ് ഇൻ PhD in biochemistry. ഓ വാവ്. അപ്പം എങ്ങനെയാണ് അത്രയും അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിക് ഒരു ഫീൽഡിലേക്ക് വന്നത്? ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിലുള്ള മോഹം ഒരു ലെക്ചറർ ആവണം എന്നായിരുന്നു. ഒരു ഡ്രീം എന്ന് പറയുന്നത് വെറും ലെക്ചറർ ആവാനായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ PhD എടുത്തതും. മധ്യപ്രദേശ് ഇൻഡോർ നിന്നാണ് പഠിച്ചതൊക്കെ. അതിന് മുന്നേ അച്ഛൻ റെയിൽവേസിലായിരുന്നു. സോ ഐ വാസ് ഇൻ ആസാം. ആസാമിലുള്ളപ്പോഴാണ് ഈ മൂവിയുടെ ഒരു ഫസ്റ്റ് ഇത് വരുന്നത്. ഐ വാസ് റിയലി ഇൻ ടു മൂവീസ് ഇൻ ദ സെൻസ് കാണാൻ, ബാക്കി വർക്ക് ചെയ്യാനോ അങ്ങനത്തെ ഒന്നുമല്ല. മൂവി കാണുന്നതും ബംഗാളി മൂവീസ് നിന്നാണ് തുടങ്ങിയത്. സത്യജിത് റേ വാസ് എ ഫസ്റ്റ് ഡയറക്ടർ. ആൻഡ് കമ്മിങ് ടു യു അനുപ്രിയ, ഇവർ രണ്ടുപേരുടെയും മകളാണ്. സിനിമയിലെ എഡിറ്ററാണ്, അസോസിയേറ്റ് ഡയറക്ടറാണ്, ആക്ടറാണ്. 3 റോൾസാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് ഇൻ യുവർ ഡാഡ്സ് ഫിലിം. അത് ഹെക്ടിക് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നോ ഓർ ലൈക്ക് ഈസ് ചെയ്തോ? Most definitely hectic, without a doubt, yeah. പക്ഷേ ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ബിക്കോസ് ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ അസിസ്റ്റൻറ്റും അസോസിയേറ്റ് ഡയറക്ടറാണ്, പക്ഷേ എഡിറ്റിംഗിലേക്ക് കിടക്കുന്നത് ഈ ഒരു പ്രൊജക്റ്റിലാണ്. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്, യുനോ. ആൻഡ് നൗ ഐ ക്യാൻ സേ ദാറ്റ് എല്ലാ ഒരു ഫീൽഡിലും വർക്ക് ചെയ്തു, പഠിച്ചു വന്നു, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അറിയാം. സോ നോ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ലൈക്ക് യു ക്യാൻ വർക്ക് ഇൻ ടു എനി മൂവീസ്. ഒരു സ്വന്തം പടം എടുക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. സാർ ഇപ്പൊ അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ട് ഒരുപാട് ഡയറക്ടേഴ്സിനെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് ആയിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് വർക്ക് ചെയ്തത്. ഞാൻ ജോമോൻ സാറിന്റെ കൂടെയാണ് വർക്ക് ചെയ്തത്. എൻ പത്മകുമാർ സാറിന്റെ പത്മകുമാർ. പക്ഷേ എന്റെ ഗുരു ഷാജുൻ കരയിലാണ്. ഷാജുട്ടൻ ത്രൂ ആണ് ഞാൻ സിനിമയിൽ വരുന്നത്. ഇവള് ആദ്യത്തെ പടം അസിസ്റ്റന്റ് ആയി വർക്ക് ഷാജുട്ടന്റെ പടം. അപ്പൊ ഷാജുട്ടൻ ഞങ്ങൾ രണ്ടുപേരെ ഡെബ്യൂ മൂവീസിന്റെ ഗുരുവാണ്, അങ്ങനെ പറയാം. ഓക്കെ. അപ്പം സാർ ഇപ്പോൾ ഒരു ഡെബ്യൂ മൂവി ചെയ്തപ്പം ലൈക്ക് ഇതിനു മുമ്പ് സിനിമയിൽ ഒരുപാട് ആൾക്കാരെയൊക്കെ അറിയായിരിക്കും, ബട്ട് സ്റ്റിൽ ലെറ്റ് മീ മേക്ക് ഇറ്റ് വിത്ത് മൈ ഫാമിലി എന്നുള്ളൊരു തോട്ടിലേക്ക് വരാനുണ്ടായ റീസൺ? ഇവള് ഒരു പടം അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു. തിരിച്ചു വരുമ്പോൾ ഐ വാസ് ഓൾസോ ഇൻ ദ പ്രോസസ്. പല രീതിയിൽ ട്രൈ ചെയ്ത് ഇത് നടക്കുന്നില്ല. എന്തെങ്കിലും ഒരു ലാസ്റ്റിൽ എത്തുമ്പോഴത്തേക്ക് ഒരു തടസ്സം വരും. എന്തൊരു ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് ആയിരുന്നു അത്. അപ്പോൾ ഫൈനലി ഞാൻ ഡിസൈഡ് ചെയ്തു നമുക്ക് ചെയ്യാം. ഞാൻ ഇവളുടെ അടുത്ത് പറഞ്ഞു നമുക്ക് ചെയ്യാം. സോ വെൻ വി സ്റ്റാർട്ടഡ് ഡൂയിങ് ഇറ്റ് വി റിയലൈസ് ദാറ്റ് വി നീഡ് സം ഫണ്ട്. അത് ബജറ്റ് ഉണ്ട്, ബട്ട് ലോ ബജറ്റാണ്, ബട്ട് സ്റ്റിൽ വി നീഡഡ് ഫണ്ട്. അപ്പം പിന്നെ ഞാൻ ഇവരുടെ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ആൻഡ് ലെറ്റസ് നമ്മുടെ ഉള്ളിൽ ഈ മനസ്സിൽ വെക്കണം, ഈ പൈസ പോയിന് ഇത് തിരിച്ച് കിട്ടില്ല എന്ന്, ബട്ട് വി വിൽ ഡൂ ദ മൂവി ആൻഡ് വിൽ ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. അങ്ങനെ ഓരോരായിട്ട് നമ്മൾ പടം ചെയ്തു. സോ ലക്കിലി വി ഗോട്ട് വെരി ഗുഡ് പീപ്പിൾ അറൗണ്ട് അസ്. ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റും നമ്മളെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരും നന്നായി സഹകരിച്ചിട്ടു. സാർ എങ്ങനെയാണ് ആദ്യത്തെ സിനിമ തന്നെ ആന്തോളജി ആകണം എന്നുള്ളൊരു ഇതല്ല, അങ്ങനെ ആയിരുന്നില്ല. ഐ വുഡ് ബി ഫ്രാങ്ക് ഇനഫ് ടു അഡ്മിറ്റ് ദാറ്റ് അത് ആദ്യം നമ്മൾ ഒരു പടം ചെയ്യുക, ഒരു കോമ്പറ്റീഷൻസിലേക്കാം നോക്കാൻ. ഫസ്റ്റ് പടം ഇവളെ വെച്ചിട്ടാണ് ചെയ്തത്. ഇവളും ശിവരാജായിരുന്നു. അപ്പോൾ അത് ഷൂട്ട് ചെയ്തിട്ട് അത് ഫൈനൽ ഒരു ഔട്ട്പുട്ട് വന്ന സമയത്ത് നമുക്കത് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി അത് പല ആൾക്കാർ കണ്ട് പറഞ്ഞു. ഇൻഫാക്ട് ഞാൻ ആദ്യം കാണിച്ചത് ഷാജുൻ കരയിലാണ്. അപ്പോൾ ഷാജുട്ടൻ പറഞ്ഞു നല്ല ക്വാളിറ്റി പടമാണ്.
സോ ദാറ്റ് ഗെയിം മീ ദ കോൺഫിഡൻസ്, ഒരു മോട്ടിവേഷൻ പോലെയാണ്. പിന്നെ അടുത്ത പടം ചെയ്തു അപ്പോഴത്തേക്ക് ഒരു ഇതിലേക്ക് നമ്മൾ എത്തി. വൈ നോട്ട് വി ഡു എൻ ആന്തോളജി, അങ്ങനെ സ്ലോ പ്രോസസ്സിൽ നമ്മൾ പോയിട്ട് ഈ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഞാൻ അനുപ്രിയയുടെ ഒരു സ്റ്റൈൽ ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. ലൈക്ക് ദ വേ ഷി സ്റ്റൈൽഡ് ഹെർസെൽഫ്, നല്ല രസമുണ്ട്. ആ ബ്രേസ്ലെറ്റ് ഒക്കെ വെറുതെ കാഷ്വലി ഇട്ടിരിക്കുന്നതാണോ ഓർ ഒരു ക്രിയേറ്റർ ആണ്? സോ സംതിങ് മൈറ്റ് ബി ദെയർ ബിഹൈൻഡ്. ലെറ്റ്സ് ആക്ച്വലി ഇറ്റ് സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് ഫ്രണ്ട്സ്. ഐ ഹാവ് എ ലോട്ട് ഓഫ്, ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫ്രണ്ട്സ് വരുമ്പോൾ അവർ ദിൽ ഓൾവേസ് ഷെയർ സംതിങ്. അപ്പോൾ ഐ ബി ലൈക്ക് ജസ്റ്റ് ഗിവ് മി എ ബ്രേസ്ലെറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഡ്സ്. അങ്ങനെ ഇതൊരു ഡെവലപ്പായ സംഭവമാണ്. ദെൻ ഐ സ്റ്റാർട്ടഡ് മേക്കിംഗ് ദം. ഇതിൽ എന്ത് വേഷമാണ് ചെയ്തിട്ടുള്ളത്? ലെറ്റ് മീ ആസ്ക് യു അബൌട്ട് ദാറ്റ്. ഇതിൽ ആദ്യത്തെ പടത്തിലാണ് ശിവരാജിൻ്റെ കൂടെ ബ്രേക്കപ്പിൽ. സോ ഐ എം പ്ലേയിങ് ഹിസ് സിസ്റ്റർ. ആൻഡ് അതിൽ കൂടുതൽ പറയാനുള്ളത് ജസ്റ്റ് എ സിസ്റ്റർ ഓഫ് എ ബ്രദർ ഹു ഈസ് മോർ കൺസേൺ അബൌട്ട് വാട്ട്സ് ഗോയിങ് ഓൺ ഇൻ ഹിസ് ലൈഫ്. ആൻഡ് അതൊരു ചെറിയൊരു ഇൻസിഡൻ്റ് ആണ്, ഒരു ഇൻസിഡൻറ്റിൽ ബേസ്ഡ് ആണ്. ഭയങ്കര ഒരു ഇമ്പാക്ട് സ്റ്റോറി ആണ്. അതെ അതെ. ഇഫ് യു സീ ബ്രേക്കപ്പ്, ദ ആഫ്റ്റർ മാത്ത് ഓഫ് ബ്രേക്കപ്പ്, ഓ, അത് പറയുമ്പം ഇറ്റ്സ് എ ഹോട്ട് ടോപ്പിക് ആൻഡ് ഇറ്റ്സ് എ കറണ്ട് ടോപ്പിക്. സോ അത് ഒന്ന് പിടിച്ചിട്ട് നമ്മളൊന്ന് അത് ചെയ്തതാണ്. ആൻഡ് ഐ മീൻ ഷീ വാസ് നോട്ട് കോൺഫിഡൻറ്റ്. ഞാൻ പറഞ്ഞു നീ തന്നെ ചെയ്യണം പറഞ്ഞിട്ട് അവൾ ചെയ്തു. ആൻഡ് വെൻ ഐ സോ ഇറ്റ് ഓൺ ദ എഡിറ്റിംഗ് ടേബിൾ ഞാൻ പറഞ്ഞു നന്നായിട്ടുണ്ടല്ലോ. ഇറ്റ്സ് നോട്ട് ഡിസൈഡഡ്. ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം എടുക്കാൻ വെച്ച് ഞങ്ങൾ ചെയ്തു. അസോസിയേറ്റും ആക്ടിങ്ങും ഒരേ സമയത്ത് ചെയ്തു. ലക്കിലി ഇറ്റ് വാസ് ഗുഡ് ഇനഫ്. ഓക്കെ മാം, ഒരു ഓഡിയൻസ് പെർസ്പെക്റ്റീവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ട് മൊത്തത്തിൽ മലബാർ ടേൽസ് എന്നൊരു മൂവി? ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. ഐ ക്യാൻ വാച്ച് ഇറ്റ് ഓൾമോസ്റ്റ്. ഞാൻ എടുത്തതുകൊണ്ടോ ഞാൻ വർക്ക് ചെയ്തതുകൊണ്ടോ ഇതിലുള്ള പാട്ടായിട്ടല്ല, ബട്ട് എവറി ടൈം യു സീ, ബിക്കോസ് മൈ ഡോട്ടർ ഹെർസെൽഫ് ഈസ് എഡിറ്റിംഗ്. അപ്പോൾ വീട്ടിൽ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഡയലോഗ്സ് കേട്ട് സീൻസ് കണ്ട് പോകുമ്പോൾ വരുമ്പോൾ ഇതന്നെയാണ് നടക്കുന്നത്. സിൻസ് 1.5 years ഈ ഡയലോഗ്സും ഇന്നും അതിൻ്റെ പ്രോസസ് ഓൺ ഗോയിങ് ആണ്. ബട്ട് every time here I have by hearted most of the dialogues, but there is a something in that people will love it. They will repeat these dialogues, they will associate with the scene. It's all like real life. നിങ്ങളുടെ ജീവിതത്തിലും നടക്കാൻ ആവാം സംതിങ്. എവറിബഡി ക്യാൻ അസോസിയേറ്റ് some part of every of the movie. Okay. So it is really up to the audience. The way I liked it, I guess they will also take it in that same manner. Hopefully they should also like it. Yeah. അതാണ്. അനുപ്രിയ ആൻഡ് പ്രീത മാം, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. സാർ ഒന്ന് റിമെയിൻ ചെയ്യണം എന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ്. വേറെ 2 ഗസ്റ്റ് കൂടി നമ്മൾ ഷോർട്ട്ലി ജോയിൻ ചെയ്യുന്നതായിരിക്കും. എന്നെയും അനിൽ സാറിനെയും ഇപ്പം മലബാർ ടേൽസിലെ ആക്ടേഴ്സ് ആയിട്ടുള്ള അനിൽ ആന്റോ ആൻഡ് പ്രദീപ് ബാലൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ 2 പേർക്കും വെൽക്കം ടു സെല്ലുലോയിഡ്. സിനിമ ഒരു ആന്തോളജിയാണ് എന്നൊക്കെ സാറിൻ്റെ കുടുംബത്തെ നമ്മൾ കുറച്ച് മുമ്പ് പരിചയപ്പെട്ടതേ ഉള്ളൂ. അപ്പോൾ സിനിമയുടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ അടുത്ത് സാർ പറഞ്ഞു തന്നിരുന്നു. അപ്പം സിനിമ ഒരു ആന്തോളജിയാണ്. നിങ്ങൾ 2 പേരും അഭിനയിച്ചിട്ടുള്ള സിനിമയുടെ ഉള്ളിലെ ആ ഒരു സിനിമയുടെ പേര്, കഥാപാത്രം, ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരും. ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്ന ബംഗ്ലാവ് എന്ന് പറയുന്ന സിനിമയാണ്. അതൊരു കോമഡി ത്രില്ലർ എന്ന് പറയാം അല്ലേ, സസ്പെൻസ് ത്രില്ലർ. അപ്പോൾ അതൊരു രസമുള്ളൊരു പരിപാടിയാണ്. പിന്നെ കോമഡി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഇഷ്ടമുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ സാറ് കഥ പറഞ്ഞപ്പോൾ തന്നെ ഇഷ്ടമായി. പിന്നെ എന്താ വെച്ചാൽ അത് കോമഡിയിലപ്പുറം കുറേ ഇമോഷൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ട ഒരു ക്യാരക്ടറോടെ. അപ്പം അതൊരു രസമുള്ള പരിപാടിയായിട്ടാണ് തോന്നിയത്. പിന്നെ ഇതൊരു ദിവസം നടക്കുന്നൊരു കഥയാണ്. ഇതിപ്പോൾ 5 സിനിമകളാണെങ്കിലും 5ഉം ഒരു ബന്ധമില്ലാത്ത സിനിമകളാണ്. ഇപ്പം 5 പടം നമ്മൾ കാണുമ്പോൾ ഒരു ജോണറായിട്ട് ഒരു ബന്ധമില്ലാത്ത സിനിമയാണ് എടുത്തത്, അതിൻ്റെ ഒരു ബന്ധമില്ലാത്തതാണ് എടുത്തത്. അപ്പോൾ അത് തീർച്ചയായിട്ടും സാറിൻ്റെ ഒരു ബ്രില്യൻസ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും ആളുകൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള സിനിമകളും വരണം. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഫാമിലിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു സിനിമയാണ്. സാറ് ഡയറക്റ്റ് ചെയ്തു, മകൾ എഡിറ്റ് ചെയ്തു, വൈഫ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ സിനിമകളെ സപ്പോർട്ട് ചെയ്താലേ ഇനിയും ഇതുപോലെയുള്ള സിനിമകൾ ആളുകൾക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ. പ്രതിഭേട്ടൻ്റെ ക്യാരക്ടറിനെയും സിനിമയിൽ എൻ്റെ ക്യാരക്ടറിനെയും ശരിക്കും പറഞ്ഞാൽ ഈ ക്യാരക്ടറിന് പേരല്ല. ഓ, അങ്ങനൊരു വെറൈറ്റി. ഓക്കെ. പക്ഷെ ഇയാൾ വേറൊരാളുടെ പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നില്ല. എന്നാലും ഇത് ഒരു കള്ളൻ കഥാപാത്രം, അസ്ലി ഇട്ടിട്ടില്ല. ഓക്കെ. കമ്മിങ് ടു യു അനിൽ ചേട്ടാ, പറയൂ ചേട്ടൻ്റെ ആന്തോളജി സീരീസിൽ ചേട്ടൻ ചെയ്യുന്ന മൂവിയുടെ നെയിം ശതാഭിഷേകം എന്നാണ്. ശതാഭിഷേകം. അതൊരു ഇമോഷണൽ മിസ്റ്ററി ഫാമിലി ഡ്രാമ അല്ലേ, അങ്ങനെ പറയാം. യെസ്, അങ്ങനെ ഒരു അച്ഛൻ്റെയും മകൻ്റെയും ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. മാധവൻ എന്നുള്ള അച്ഛനും ബാലു എന്നുള്ള മകനും ഡബിൾ റോളാണ്. അപ്പോൾ എൻ്റെ കരിയറിലെ ആദ്യത്തെ ഡബിൾ റോളാണ്. സെക്കൻഡ് ഷോ തൊട്ട് ചേട്ടനെ നമ്മൾ മലയാള സിനിമയിൽ കാണുന്നതാണ്. അപ്പം എങ്ങനെയാണ് ഇതിനകത്ത് ഇപ്പോൾ ആദ്യമായിട്ടാണോ ഡബിൾ റോൾ ഇപ്പം ചെയ്യുന്നത് കരിയറിലെ ഫസ്റ്റ് ഡബിൾ റോളാണ്. അതാണ് എൻ്റെ ഒരു ക്യാച്ച്. ഇതിനകത്ത് എന്നെ സാറ് വിളിച്ചതിനോട് ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോഴും ആ ക്യാരക്ടർ ഇങ്ങനൊരു ഡബിൾ റോളാണ് എൻ്റെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു.
അപ്പോൾ ആദ്യം എന്നോട് ഡബിൾ റോൾ ആണെന്നേ പറഞ്ഞുള്ളൂ, ഡബിൾ റോൾ ഞാനാണ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഞാൻ അതെനിക്ക് ഡബിൾ റോൾ എനിക്ക് ചെയ്യണമായിരുന്നല്ലോ, അതെങ്ങനെ ചോദിക്കാൻ പറ്റില്ലല്ലോ അങ്ങോട്ട്, അല്ലേ, ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വെയിറ്റിംഗ് പീരീഡ് ആയിരുന്നു. കാരണം നമ്മുടെ ഞാനൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറല്ല, ഒരു അപ്കമ്മിങ് സ്റ്റേജാണ് ഇപ്പോഴും. സെക്കൻഡ് ഷോയിൽ തുടങ്ങിയെന്നുണ്ടെങ്കിലും ഞാനൊരു 8 yearsൻ്റെ ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ എടുത്തിരുന്നു. ഇമ്മാനുവലിന് ശേഷം ഞാൻ പുറത്തേക്ക് പോയി, പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് 2020 വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് 3-4 സിനിമകളൊക്കെ ചെയ്തു. RJ മഡോണ, അതുപോലെ തന്നെ പപ്പ, പിന്നെ എൻ്റെ കാക്കയ്ക്ക് പ്രേമമുണ്ടായിരുന്നു, 4-ാം മുറ, പിന്നെ കുരുക്ക്, ഇപ്പോൾ രുതിരം രാജ്ബി ഷെട്ടിയുടെ പോലെ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മുടെ സിനിമ റിലീസാവാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു അപ്കമ്മിങ് സ്റ്റേജിൽ നിൽക്കുന്ന എന്നെ പോലുള്ള ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു ഡബിൾ റോളൊന്നും ഒരിക്കലും സ്വപ്നം കാണാൻ പോലും പറ്റില്ല. എനിക്കിനി അനിൽ ചേട്ടന്റെ പ്രിപ്പറേഷൻസ് ആണ് കേൾക്കേണ്ടത്. ഒരു 85-year-old മാൻ ആകാനായിട്ട് എന്തെല്ലാമാണ് ചെയ്തത്? ഒബ്സർവേഷൻസ് ആൻഡ് തിങ്സ് ദാറ്റ് യു ഡൺ. അത് ഈ ഒബ്സർവേഷൻ എനിക്ക് തോന്നുന്നത് ഒരു ആക്ടർ ഏതെങ്കിലും ഒരു ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രിപ്പറേഷൻ, അതായത് ത്രൂ ഔട്ട് ലൈഫ്. ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ കണ്ട ആളുകൾ, ഞാൻ ഇടപെട്ട സാഹചര്യങ്ങൾ, അതെല്ലാം എൻ്റെ സബ് കോൺഷ്യസിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആക്ടർ എന്നുള്ളത് നമ്മൾ ഒരു സിനിമയിലെ ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ സിനിമയിലെ ഒരു ഫെയിമോ മണിയോ കണ്ടിട്ടല്ല എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് പ്രതിപ്പെട്ട തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ വേറൊരു തേസ്റ്റാണ്. കാരണം നമ്മുടെ വേറെ പല പെർഫോം ചെയ്യാനുള്ളൊരു തേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്കൊരു പക്ഷേ ബൈ ബർത്ത് ഉണ്ടാവുമായിരിക്കാം, അതല്ലെങ്കിൽ നമ്മൾ സിനിമ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാലം തുടങ്ങിയേ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അന്ന് മുതൽ ഇപ്പോൾ ഞാൻ മീനാക്ഷിയുടെ ബിഹേവിയറും നിങ്ങളുടെ ജസ്റ്റേഴ്സും നിങ്ങൾ ഈ വിരൽ കാണിക്കുന്നത് പോലെ എൻ്റെ മനസ്സിലാണ്. ഞാൻ അതൊക്കെ അതുപോലെ റീഡ് ചെയ്യുന്നുണ്ട്. ദൈവമേ, ഞാൻ അത് പാരലൽ ഇങ്ങനെ നടക്കുന്നതാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ ഈ ക്യാരക്ടർ വരുമ്പോൾ ഒബ്വിയസ്ലി ആസ് യു ആസ്ക്ഡ് നമുക്കൊരു പുതിയ അവസരം വരുന്നു. അപ്പോൾ അതിനെ നമ്മളെങ്ങനെ ഫേസ് ചെയ്യുന്നു അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നു. നോട്ട്ബുക്ക് അപ്പോൾ ഞാനത് പറയാം. നോട്ട് ബുക്കിൽ എഴുതി വെച്ചിട്ട് അല്ല അത് സാറാദ്യം വിചാരിച്ച എന്തോ 10ാം ക്ലാസ് പരീക്ഷ എന്തോ കണ്ടാതെ എഴുതിയിട്ടുള്ള. ഞാനിത് അറിയില്ല ഈ പുള്ളി. ഞാൻ ലൊക്കേഷനിൽ ഞാൻ ഇങ്ങനെ ഐ വാസ് നോട്ട് വെൽ ഓൺ ദാറ്റ് ഡേ. പുള്ളി വന്നിട്ട് അവിടെ ഇരുന്ന് പഠിക്കലോട് പഠിക്കും. സാറേ എനിക്കൊരു സംഗതി അറിയണമായിരുന്നു. അപ്പം ഞാനിങ്ങനെ പുള്ളി അവിടെ നോട്ട് ഇതെന്താണ് നോക്ക് ഓഫ് അതിൽ ഇതന്നെയാണ്. ഞാൻ രുതിരം ചെയ്യുമ്പോൾ ഞാൻ കുരുക്ക് എന്നുള്ള മൂവിയിൽ ഞാൻ ലീഡ് റോള് പോലീസായിട്ട് ചെയ്തിരിക്കുന്ന സമയത്താണ് രുദ്രത്തിലേക്ക് തന്നെ ജിഷോ. അപ്പോൾ അവിടുത്തെ ആദ്യം ആ മെമ്പർ ക്യാരക്ടറാണ് എന്നെ കൊണ്ട് ചെയ്യിക്കാൻ ഓഡിഷൻ ചെയ്യിപ്പിച്ചത്. പെർഫോമൻസ് ഇഷ്ടമായി, പക്ഷേ അവർക്ക് വേണ്ട രൂപവും ഭാവവും സ്കിൻ ടോണൊന്നും എൻ്റെ അല്ല. അപ്പോൾ ഒരു പോലീസ് ക്യാരക്ടർ ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ പോലീസ് ക്യാരക്ടർ അവർ ഓക്കെ. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു സീനേ ഉള്ളൂ എങ്കിലെന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു, കാസ്റ്റിംഗ് ഡയറക്ടറോട് പറഞ്ഞു, ഞാനിപ്പോൾ ലീഡ് റോൾ ഒരു പോലീസ് മൂവി ചെയ്യുകയാണ് കുരുക്ക് എന്ന് പറഞ്ഞു. പിന്നെ 6-ാം തിരകൽപ്പന എന്നുള്ള സിനിമയിൽ നിത്യമേനോൻ ഷൈൻ ടോം മൂവിയിൽ ഷൈൻ CIയും ഞാൻ SI ആയിട്ടാണ്. അതിനകത്തൊരു 13 സീൻ ചെയ്തിട്ടുണ്ട് 2 ഗെറ്റപ്പിൽ. ഇത് 36 വയസ്സ് SIയും റിട്ടയർഡ് ആയിട്ടുള്ള DYSP. പിന്നെ ഷാജുൻ കരിയൽ സാറിൻ്റെ മൃദുഭാവ ദൃഢകൃത്യയിലും ഒരു 35 വയസ്സ് SIയും 54 വയസ്സ് DYSP. അപ്പോൾ ഞാൻ ഈ ഒരു സീൻ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് ആ സിനിമയിൽ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ കാസ്റ്റിംഗ് ഡയറക്ടർ പറഞ്ഞു, അതിലേട്ടാ ഒരു സീനാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, അത് ഭയങ്കര സ്റ്റോറിയുടെ തന്നെ ഒരു ടേണിംഗ് പോയിൻ്റാണ്, യു വിൽ ബി നോട്ടീസ്ഡ് എന്ന് പറയാം. അപ്പോഴേക്കും ജിഷോയും അസോസിയേറ്റ്സൊക്കെ പോയി. അപ്പോൾ ഞാൻ ഇതേ പ്രശ്നം അവിടെയും വന്നു. ഞാൻ കാസ്റ്റിംഗ് ഡയറക്ടറോട് പറഞ്ഞു, ഐ നീഡ് മോർ ക്ലാരിറ്റി, എനിക്ക് ഡയറക്ടറായിട്ട് സംസാരിക്കണം. അപ്പോൾ അടുത്ത മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് അറിയോ, ഇവനാരും മമ്മൂട്ടിയാണോ പൃഥ്വിരാജ് ഇങ്ങനെയൊക്കെ പോയിക്കോ പിന്നെ വിളിക്കാമെന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ആയിരിക്കുമല്ലോ. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അലൻ അപ്പം തന്നെ ജിഷോയെ വിളിക്കുകയാണ്. അപ്പോൾ അല്ലേട്ടാ അവർ പോയി ഒരു 3 കിലോമീറ്റർ അവരിപ്പോൾ തിരിച്ചു വരുമെന്ന് പറയും. ജിഷോയും ടീമും തിരിച്ചു വന്നു. ജിഷോ പറഞ്ഞാൽ എന്താണ് അറിയേണ്ടത്? പറഞ്ഞ ജിഷോ എനിക്ക് അറിയേണ്ടത് ക്യാരക്ടറിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്ക്രീൻ സ്പേസ് എനിക്ക് പ്രശ്നമല്ല, പക്ഷേ സ്റ്റോറിയിൽ അതിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിനൊരു ഫൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഫൈറ്റ് നിങ്ങൾ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിലുണ്ട് നീ എഴുന്നേറ്റ് പോയിക്കോന്ന് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ജിഷോ വീണ്ടും ഞാൻ എന്തെങ്കിലും റെഫറൻസ് ഉണ്ടോ ഫൈറ്റിനെന്ന് ചോദിച്ചു. ജിഷോ റെഫറൻസ് കാണിച്ചു തരുന്നു. ഞാൻ കൺവിൻസ്ഡ് ആവുന്നത്. അത് കഴിഞ്ഞ് സാറ് പറഞ്ഞ പോലെ എന്തുകൊണ്ട് ഞാൻ നോട്ട്ബുക്കിൽ എഴുതുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് കോൺഫിഡൻസോടുകൂടെ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ ക്യാരക്ടർ മനസ്സിലാക്കിയിരിക്കണം, ആ ക്യാരക്ടറിൻ്റെ കഥാപരിസരം മനസ്സിലാക്കിയിരിക്കണം. പിന്നെ നോർമലി കുറച്ച് എനിക്ക് ഷാർപ്പ് മെമ്മറി ആയതുകൊണ്ട് ഞാൻ എൻ്റെ ആക്ടേഴ്സിൻ്റെയൊക്കെ ഡയലോഗ്സ് എനിക്ക് ബൈ ഹാർട്ടായിരിക്കും. 2-3 പ്രാവശ്യം വായിച്ചാൽ മതി. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് പ്രദീപ് ബാലൻ സ്ക്രിപ്റ്റ് ഇങ്ങനെ നോക്കും, വായിക്കും. ബാക്കി ഇന്ന് പുള്ളി ഇങ്ങനെ നടക്കണ റെഡി ആക്ഷൻ. വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ആയിരുന്ന സ്റ്റേജാണ്. ലാലേട്ടൻ പറഞ്ഞ പോലെ ലാലേട്ടനെ പറ്റി പറഞ്ഞ പോലെ ലാലേട്ടൻ ചിരിച്ച് കളിച്ച് നടക്കും ആ സമയം. പ്രദീപ് ഷോർട്ട് റെഡി ഉറങ്ങുമെന്ന് അവിടെ ഇമ്മീഡിയറ്റ് റെഡി അല്ല, ഞാൻ അത് വേറെ ഒന്നുകൊണ്ടല്ല, നമ്മളൊരു ബ്ലാങ്ക് ഷീറ്റായിട്ട് ഇരിക്കുക എന്നാണ് എൻ്റെ ഒരു പോളിസി. അതാകുമ്പോൾ
ഒരു വൈറ്റ് പേപ്പർ നമുക്ക് വേണേൽ കുത്തി വരയ്ക്കാം, എഴുതാം, പാട്ട് എഴുതാം, കഥ എഴുതാം, എന്ത് വേണം ചെയ്യാം. അപ്പോൾ നമ്മളൊരു ബ്ലാങ്ക് ഷീറ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്താണോ ഡയറക്ടർ പറയുന്നത് അത് ആ സമയത്ത് കൊടുക്കുക. ഓരോരുത്തർക്കും ഓരോ രീതി കേട്ടോ. അതെ. അപ്പോൾ ഇത് ലൈക്ക് കേട്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര രസമുണ്ട് ഇത് കേൾക്കാൻ. കാരണം 2 ആക്ടേഴ്സ് അവരവരുടെ ജോലി ചെയ്യുന്ന 2 ഡിഫറെന്റ് മെത്തേഡ്സ് ആണ് ഇപ്പൊ ഇവിടെ നമുക്ക് കാണുന്നത്. Great. അതെ, ഈവൻ ശിവരാജ്, എനിക്ക് ഓർമ്മയുണ്ട്, ശിവരാജ് ആ ഏറ്റവും ഇമോഷണൽ സീക്വൻസ് ആണ് അത് എടുക്കുന്ന മുമ്പ് ഐ തിങ്ക് അറൗണ്ട് 2 hours ബിഫോർ ഈ ഒരു റൂമിൽ പോയി അവിടെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഡിസ്റ്റർബ് ചെയ്യേണ്ട അവൻ അവിടെ നിൽക്കട്ടെ, ഗംഭീരമായി ചെയ്തു. അത് എല്ലാവർക്കും ഓരോരോ മെത്തേഡ് ഉണ്ട്. അതാണ് ഈ 5 സിനിമകളും ഒരു ബന്ധമില്ലാത്ത 5 സിനിമകളാണ് സത്യം പറയുന്നത്. അപ്പോൾ കാരണം ഞാൻ എന്നെ വിശ്വസിക്കുന്നത് ഞാൻ ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ള ഒരു ആക്ടറാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം നമ്മൾ ആഗ്രഹം കൊണ്ട് മാത്രം ഇതിൻ്റെ പുറകെ നടക്കുന്നത്. എന്നെ ഏറ്റവും വലിയ റോൾ മോഡലും ഇൻസ്പിറേഷനും മമ്മൂക്ക തന്നെയാണ്. കാരണം മമ്മൂക്കയുടെ ആദ്യ 5 വർഷത്തേക്ക് സിനിമകൾ എടുത്ത് നോക്കുമ്പോൾ നമ്മൾക്ക് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തീ കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ തന്നെ റിഫൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളൂ. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ സിനിമകളും പിന്നീടുള്ള സിനിമകളൊക്കെ എടുത്ത ഗ്രാജുവൽ ആയിട്ടുള്ള മേള തൊട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ആയാലും ഡയലോഗ് ഡെലിവറി ആയാലും പെർഫോമൻസ് ആണെങ്കിലും അതിൻ്റെ മീറ്റർ ആണെങ്കിലും ഒക്കെ അദ്ദേഹം ഇങ്ങനെ റിഫൈൻ ചെയ്തുകൊണ്ട് വരുന്നതാണ്. എന്താണ് പ്രതിപട്ടത്തില് കോമഡി റോൾ ആണോ ചെയ്യാനുള്ളത്? അല്ല, ഞാൻ സത്യം പറഞ്ഞാൽ ഇത് കോമഡി പരിപാടിയാണെന്നുള്ള നിലയ്ക്കാണ് ഈ സിനിമ ആദ്യം കഥ കേട്ടപ്പോൾ. പക്ഷെ അത് ചെയ്തു വന്നപ്പോഴാണ് മനസ്സിലായത് അത് കോമഡിയിലും അപ്പുറത്ത് കുറേ സംഭവങ്ങൾ ഇയാൾക്ക് ചെയ്യാനുണ്ട് ഈ ഒരു ക്യാരക്ടറിന്. അത് ഇയാളുടേതായിട്ടുള്ള കുറേ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് പറയാതെ ഇയാൾ ഒരു സിറ്റുവേഷനിൽ അതൊക്കെ എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ കോമഡിക്ക് അപ്പുറത്ത് ഇതൊരു രസമുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അത് ചെയ്തു വന്നപ്പോൾ നന്നായി അല്ല, എൻ്റെ ഇമോഷൻസ് ആയിരുന്നു ബേസിക്കലി. സോറി ടു ഇൻട്രപ്റ്റ്. പുള്ളി കോമഡി ചെയ്യുന്ന എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, അത് നന്നായി ചെയ്തു. പക്ഷേ ആ ഇമോഷണൽ ഏരിയ ഉണ്ടല്ലോ അവിടെ പുള്ളിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഫസ്റ്റ് ടേക്കിൽ തന്നെ ഞാൻ കണ്ട സമയത്ത് ഞാൻ പറഞ്ഞു പ്രദീപ് ഗംഭീരമായിട്ടുണ്ട്. ഐ മീൻ മീ ആൻഡ് മൈ ഡോട്ടർ വി ഓൾമോസ്റ്റ് ഹാഡ് ടീയേഴ്സ് ഇൻ അവർ ഐസ് ആ ഒരു ഇമോഷണൽ ഇതിൽ. ഓക്കെ പ്രതിപേട്ട, ഓൾസോ വൺ മോർ തിങ്. ഇപ്പം നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ കോമഡി റോൾസ് ചെയ്യുന്നവരാണ് ഭയങ്കര എക്സ്ട്രീം ഇമോഷൻസ് ക്യാരി ചെയ്യുന്ന കഥാപാത്രങ്ങളെ സ്ക്രീനിന് മുമ്പിൽ പോർട്രേ ചെയ്യുന്നത്. സുരാജേട്ടൻ, കോട്ടയം നസീറിക്ക, സലീമേട്ടൻ. പക്ഷെ പണ്ട് ഇവർ കോമഡി ചെയ്തുകൊണ്ടിരുന്നപ്പം എപ്പോഴും കോമഡിയിൽ തന്നെ അവരെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പം ഇവരെ പോലുള്ള ആക്ടേഴ്സൊക്കെ നിങ്ങൾക്ക് ശരിക്കും ഒരു വലിയൊരു ഇൻസ്പിറേഷൻ അല്ലേ നാളത്തേക്ക് നോക്കുമ്പോൾ? തീർച്ചയായിട്ടും. കാര്യം എന്താ വെച്ചാൽ സിനിമയിൽ നിന്നല്ല എവിടെയും കോമഡി ചെയ്യാന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. കാര്യം നമുക്കൊരാളുകളെ ചിരിപ്പിക്കാൻ അതൊരു വന്നു ചേരലാണ്. ഒരാൾ ചിരിക്കുന്ന ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ചിലപ്പം നല്ല തമാശ ആയിരിക്കാം, ചിലപ്പോൾ അത് നമ്മൾ പറയുന്ന രീതിക്ക് അനുസരിച്ചാണ് അത് ചിരി വരിക. അപ്പോൾ അതിൻ്റെ മീറ്ററും ടൈമിങ്ങും ഒക്കെ കറക്റ്റായി വരുമ്പോഴാണ് ഒരു തമാശ വിജയിക്കുന്നത്. അത് അപ്പോൾ ഇതുപോലെ തന്നെയാണ്. അപ്പം ഒരു പക്ഷേ ഇവരുടെയൊക്കെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളായിരിക്കാം. അപ്പോൾ അവർക്ക് ചെയ്യാനൊരു സിറ്റുവേഷൻ കിട്ടാത്തതുകൊണ്ടായിരിക്കും അവർ ഒരുപാട് കാലം കോമഡി മാത്രം ചെയ്തു പോയതുകൊണ്ട് അവർ ചിലപ്പോൾ ഉള്ളുകൊണ്ട് വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെ അല്ലാത്തൊരു ഉൾട്ട ക്യാരക്ടർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഞാനും അങ്ങനെ ആട്ടോ വിചാരിച്ചുകൊണ്ട്. അപ്പം തമാശ മാത്രമല്ലാതെ നമുക്ക് വേറൊരു സാധനം കൂടെ ചെയ്ത് പ്രൂവ് ചെയ്യാൻ പറ്റുമല്ലോ, അതിന് പറ്റിയൊരു വേദി എവിടെയെങ്കിലും കിട്ടണ്ടേ എന്ന് നമ്മളും ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബൈ ചാൻസ് വന്നതാണ് ഈ സിനിമ. സർ, നിങ്ങൾ ഒരു ഡയറക്ടേഴ്സ് പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് ഈ കോമഡി ചെയ്യുന്നവരെ കൊണ്ട് ഇങ്ങനെയുള്ള എക്സ്ട്രീം ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന കഥാപാത്രങ്ങളെ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു POV എങ്ങനെയാണ്? ഐ തിങ്ക് വാട്ട് ഹാപ്പൻസ് ഈസ് വൺസ് യു ഗോ ത്രൂ ദാറ്റ് കോമഡി ട്രാക്ക്, നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ലാസ്റ്റിൽ ഒരു ഇമോഷണൽ സംഭവം വരുമ്പം അത് നല്ല ഇമ്പാക്റ്റാണ് ഓഡിയൻസ്. ഐ മീൻ ഐ ക്യാൻ ടെൽ യു ഒത്തൊരു ഡയലോഗാണ് പുള്ളിയുടെ ഫിനിഷിങ്, ജസ്റ്റ് വൺ ഡയലോഗ്. ആ ഡയലോഗിൽ കംപ്ലീറ്റ് ഇമോഷൻസ് ആ ഡയലോഗിൻ്റെ ഉള്ളിലുണ്ട് അല്ലേ? അതെ 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 അതായിരുന്നു എൻ്റെ മെയിൻ കൺസേൺ ആൻഡ് ഹി ഡിഡ് ഇറ്റ് ബ്യൂട്ടിഫുള്ളി. അത് വരെ ടേക്കൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ പുള്ളി അത് ഗ്ലിസറിനും ഇട്ടിട്ടില്ല. അനിലേട്ട, ഓൾസോ ഒരു 8 വർഷത്തെ ഗ്യാപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ചെറുതാക്കിയിട്ട്, എനിക്കറിയാം അതൊരു വലിയ സ്റ്റോറി ആയിരിക്കും ബിക്കോസ് ഇറ്റ്സ് എൻ ആക്ടേഴ്സ് ലൈഫ്, ഒരുപാട് കഥകൾ പറയാനുണ്ടാകും. എങ്കിലും ചുരുക്കം ചെറുതാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 8 വർഷത്തെ ഗ്യാപ്പ് വാട്ട് ഹാപ്പൻ? വാട്ട് ഹാപ്പൻ എന്ന് പറഞ്ഞാൽ ഇമ്മാനുവൽ കഴിഞ്ഞപ്പോൾ എനിക്ക് ഇമ്മീഡിയറ്റ് വന്ന ഓഫർ. ഇമ്മാനുവൽ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത സിനിമ ഷാനവാസ് നരണിപ്പുഴ, നമ്മുടെ സൂഫിയ സുജാതയുടെ ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയായ അവിചാരിത എന്നുള്ള സിനിമയായിരുന്നു. ടിനി ടോമും ജ്യോതി കൃഷ്ണയാണ് ലീഡ് ചെയ്തത്. ഞാനൊരു സിഖുകാരൻ്റെ ക്യാരക്ടറാണ് ചെയ്തത്, പഞ്ചാബി ക്യാരക്ടർ. അതിനുശേഷം എനിക്ക് വന്നൊരു ഓഫർ മലയാളത്തിലൊരു സീനിയർ ഡയറക്ടറുടെ ഡ്രീം പ്രൊജക്റ്റിൽ നായകനായിട്ടായിരുന്നു.
അപ്പോൾ അതിനുവേണ്ടി ഞാൻ 7-8 മാസം കളരിപ്പയറ്റൊക്കെ അഭ്യസിച്ച് ഇങ്ങനെ ഇരുന്നു. കഥയാണോ? അൺഫോർച്ചുനേറ്റ്ലി അപ്പോൾ ആ സമയത്ത് വന്നിരുന്ന് 1-2 സിനിമകളിലെ ക്യാരക്ടർ റോളുകളൊക്കെ വേണ്ടെന്ന് വിചാരിച്ചു. കാരണം നായകനായിട്ടൊരു വലിയൊരു എപ്പിക് മൂവി വരികയാണ്. ഇത് തമിഴ് കന്നഡ ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു ക്യാരക്ടർ റോളുകൾക്ക്. അതൊക്കെ വേണ്ടെന്ന് വെച്ച് ഇരുന്നു. പക്ഷേ ഒരു 8 മാസം കഴിഞ്ഞപ്പോൾ സിനിമയുടെ ഒരു അൺസർട്ടനിറ്റി അതാണ്. പ്രൊഡക്ഷൻ മാറി, പുതിയ പ്രൊഡക്ഷൻ വന്നപ്പോൾ വേറൊരു ആക്ടറെ വെച്ച് ആ പ്രൊജക്റ്റ് ഓണായി. അപ്പോൾ അത് ഭയങ്കര ഒരു ഫ്രസ്ട്രേഷനായി നമുക്ക്. കാരണം നമ്മളിങ്ങനെ കാത്തിരുന്നിട്ട്, അപ്പോൾ ആ ഫ്രസ്ട്രേഷൻ മാറാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് ന്യൂസിലാൻഡിലേക്ക് പോയി ഫാമിലിയായിട്ട്. പിന്നെ അവിടെയായിരുന്നു കുറച്ച് നാൾ. പക്ഷേ അവിടെ ചെന്നിട്ട് നമ്മൾ സിനിമയൊക്കെ വേണ്ടെന്ന് കരുതി നിൽക്കുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു ഇംഗ്ലീഷ് ഷോർട്ട് മൂവിയിൽ അഭിനയിച്ചിരുന്നു. സ്ട്രീറ്റ് ഗെയിംസ് ഹോളിവുഡ് മൂവിയിൽ അഭിനയിച്ച ജെസിക്ക നെയറയും ഞാനും 2 ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അത് ഇംഗ്ലീഷിൽ സിംഗ് സൗണ്ടിൽ ചെയ്തതാണ്. അത് ഒത്തിരി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലുകൾ വിൻ ചെയ്തിരുന്ന ഒരു ഷോർട്ട് മൂവി ആയിരുന്നു. അതിനുശേഷം അത് കണ്ടിട്ട് ഒരു ഓസ്ട്രേലിയൻ പ്രൊഡക്ഷൻസ് ചെയ്ത 6 എക്സ്കവേഷൻസ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൽ ഇന്ത്യൻ ആക്ടർ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ബുച്ചറുടെ ക്യാരക്ടറായിരുന്നു. ഒരു സീനിന് വിളിച്ചതാണ്, പക്ഷേ അവർക്കെന്തോ പെർഫോമൻസ് ഇഷ്ടപ്പെട്ട് അവർ ഫസ്റ്റ് എപ്പിസോഡിൽ 4 സീനും പിന്നെ സെക്കൻഡ് എപ്പിസോഡിലേക്കും അത് എക്സ്റ്റെൻഡ് ചെയ്ത ക്യാരക്ടർ. അത് റഷ്യൻ ഓസ്ട്രേലിയൻ കിവി ആക്ടേഴ്സിൻ്റെ കൂടെയായിരുന്നു. അതിനുശേഷം ഒരു ഇൻ്റർനാഷണൽ ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ട് ജെറ്റ്ലിയുടെ മുളാൻ എന്നുള്ള സിനിമയിൽ ഒരു 2 സീൻ അഭിനയിച്ചിരുന്നു. അതൊരു വേണ്ടാന്ന് പറഞ്ഞു പോയ ആളാണോ? സിനിമ കൊണ്ടുവന്നു തിരിച്ച്. അതൊരു ഇൻ്റർനാഷണൽ ഓഡിഷൻ എനിക്ക് കിട്ടി. അതൊരു ഇൻ്റർനാഷണൽ ഓഡിഷൻ ആയിരുന്നു. അത് 12,000 ആളുകൾ അറ്റൻഡ് ചെയ്തിട്ട് 11 പേരാണ് സെലക്ട് ചെയ്തിട്ട്. അതിനുശേഷം അവിടെ തിരിച്ചു വന്നിട്ട് ആർജെ മഡോണ എന്നുള്ള സിനിമയിൽ സൈക്കോപാത്ത് ക്യാരക്ടർ ചെയ്തിരുന്നു. അതിന് തുർക്കിയിൽ ഇസ്താംബുൾ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ആക്ടറായിരുന്നു 2022. അതുപോലെ തന്നെ പോർട്ട് ബ്ലെയർ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ആക്ടറായിരുന്നു. പില്ലോ നത്തിങ് ബട്ട് ലൈഫ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് മൂവി ചെയ്തിരുന്നു, ഒരു സൈക്കോ ഇൻസ്പിറേഷൻ ത്രില്ലർ. ആ ഷോർട്ട് മൂവി 24 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകൾ വിൻ ചെയ്തിരുന്നു ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ. ന്യൂയോർക്ക് ഫെസ്റ്റിവൽ, ഫ്ലോറൻസ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷമാണ് എൻ്റെ കാക്കയ്ക്ക് പ്രേമുണ്ടായിരുന്നു, 4-ാം മുറ, കുരുക്ക്, രുതിരം, ഇപ്പോൾ മലബാർ ടൈൽസ്. മലബാർ ടേൽസ്. ഓൾ റൈറ്റ്. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച്. സിനിമ ഒരു ഗംഭീര ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. പ്രതിഭേട്ട, ഒരു തുടക്കം ആവട്ടെ. ഇനി സുരാജ് ഏട്ടൻ്റെയും നസറിക്കേൻ്റെയും ഒക്കെ ആ ഒരു ലിസ്റ്റിലേക്ക് ഉടനെ തന്നെ പ്രതിഭയുടെ പേരും കൂടെ നമ്മൾ എഴുതി ചേർക്കാൻ പോവുകയാണ്. സിനിമ ഒരു ഗംഭീര വിജയമാകട്ടെ. സിനിമ കാണണം ഉറപ്പായിട്ടും. അപ്പോൾ പുതിയ സിനിമാ വിശേഷങ്ങളും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, this is me, Meenakshi Sudhir, signing off from Celluloid. Bye.